ട്രയൽ നമുക്ക് പോവാം. നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, JCB വരാണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കൂട്ടുകാരാ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. കാലത്ത് എഴുന്നേറ്റപ്പോ തന്നെ ഒന്ന് ഷോക്കായി, തളർത്താള് നമ്മളെ. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് കാലത്ത് തന്നെ തളർത്താളാ. അപ്പൊ ഒരു പ്രാർത്ഥിച്ചിട്ടൊരു വചനം എടുത്ത് ആളിക്ക് തന്ന വചനം എത്തട്: നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. ഏത് പൂട്ട്. അപ്പൊ കർത്താവ് നമ്മളെ കൈവിട്ടിട്ടില്ല അതാ പറയണേ. അപ്പൊ പൊക്കോളല്ലോ പറയണേ. എല്ലാവരും പെടക്കല്ലേ എല്ലാം. പിന്നെ ആ ബാഗിരിക്കണോടത്ത് ഇന്നലെ ഞാൻ കിടന്ന. ഞാൻ എത്ര ദിവസം പോയാല് ഏറ്റവും നല്ല സ്ഥലമാട്ടത്. അത്യാവശ്യം നല്ല വലിയൊരു പമ്പ്, വലിയ തിരക്കൊന്നുമില്ല. അവിടെ കിടന്ന ഇവിടെ അത് കുളിക്കാനൊക്കെ സ്ഥലം ഉണ്ട്. ഇനി കുളിക്കണം. ഇതാ ലോറി കിടക്കറാടാ. അവിടെ ഒരു ചായക്കടയുണ്ട്, അവിടെ പോയി ഒരു ചായ കുടിക്ക്. ഇതാ കോട്ടിട്ട പുള്ളിയാട്ടാ മാനേജർ. അതിൻ്റെ ആളാണ് നമ്മളോട് കൂടെ കിടന്നോളാൻ പറഞ്ഞ. ആൾക്ക് നമ്മളെ ലൈക്കായി. ആളപ്പം എന്നോട് പറഞ്ഞു, നീ ഇവിടെ കിടന്നോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് ഓടി വനാടാ അവിടുത്തെ റൗഡി. അവൻ ഇവിടെ ഭരിക്കണ ആള്. അവൻ അഴിച്ചിട്ടാക്കാം. ഒരുത്തണ്ട് ഇതേ അവൻ കൂട്ടി കിടക്കാം. കൂട്ടി കിടക്കണ്ടവൻ. നീ ഫോണൊക്കെ ഒന്ന് ചാർജിൽ വെക്കാം, സമയമില്ല ഇനി. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. ഡ്രസ്സൊക്കെ അലക്കാണ്ടായിരുന്നു, അതൊക്കെ അലക്കി. എൻ്റെ പൊന്നിഷ്ട ഇത്രയ്ക്ക് പാടുണ്ടെന്ന് വിചാരിച്ചില്ലാട്ടാ. കഴിഞ്ഞൊരു ചായ കുടിക്കാൻ പോണം. ബൈക്ക് അടച്ചുണ്ട്. കവറൊക്കെ പോയില്ല. കവറൊക്കെ ഇട്ട് ഞാൻ വെച്ചാർന്ന വരണേക്ക് പാടി കവർ മേടിച്ചായിരുന്നു ബൈക്ക് മൂടി വയ്ക്കാൻ വേണ്ടി. ഇന്നലെ അവിടെ കാറ്റുണ്ടായിരുന്നു, നല്ല തണുപ്പായിരുന്നു. അപ്പോൾ അതാണ്ട് കാറ്റത്ത് പറന്നു പോയതായിരിക്കും. ഒരു ചായ കുടിച്ചിട്ട് 8 മണി അങ്ങാണ്ടായി തോന്നുന്നുണ്ട് സമയം. നോക്കട്ടെ ഒരു മിനിറ്റ്. സമയം 9 മണിയായി. ഡ്രസ്സൊക്കെ ഉണങ്ങി കഴിഞ്ഞിട്ട് ഇനി ഇവിടുന്ന് പോവുള്ളൂ. ഈ പഠിക്കാൻ തന്നെ ഒരു ചായക്കടയുണ്ട്, അവിടെ പോയി ഒരു കാലി ചായ കുടിക്കും. കാലത്തന്നെ ഞാൻ പോയി ഒരു ചായ കുടിച്ചായിരുന്നു. ഞാൻ എന്തായാലും ഡ്രസ്സ് ഉണങ്ങാൻ സമയം എടുക്കൂല. അപ്പം എന്തായാലും അതുവരെ ഒരു ചായ കുടിക്കാം, എന്നിട്ട് ഇരിക്കാം. അയ്യോ വെയിലായി തുടങ്ങിയിട്ട് അവിടെ. ഏതാണ് ചായക്കട കാണുന്നത്? ഇന്നലെ രാത്രി അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചേ. കേരള വണ്ടിയൊക്കെ ഇത് ഇവിടെ കൊണ്ട്. അയ്യോ വെയില് എളുപ്പല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഡ്രസ്സൊക്കെ ഇങ്ങനെ അലക്കടേ. വെറുതെ വെള്ളത്തിൽ മുക്കി എടുക്കാറ പതിവ്. ഇതിപ്പോൾ ഇത്ര പാടുണ്ടെന്ന് വിചാരിച്ചില്ല. അമ്മേനൊക്കെ സമ്മതിക്കണം. അമ്മ എനിക്ക് അലക്കാറ്. അമ്മയ്ക്ക് ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു വാഷിംഗ് മെഷീനൊക്കെ മേടിച്ചു കൊടുക്കണം. പാവസ്റ്റേ. ഇതാണ് ചായക്കട. അയ്യോ ഒരു ചായ കുടിക്കാം. ചായയുടെ കഴിഞ്ഞ് വന്നോട്ടോ. ഡ്രസ്സ് ഉണങ്ങിയോ നോക്കാൻ വെച്ചു. ഡ്രസ്സ് പാൻ്റൊന്നും ഉണങ്ങിയിട്ടില്ല. കുറച്ചേരം വെയിലത്ത് കിടക്കേണ്ടി വരും. അയ്യോ എൻ്റെ പൊന്നോ എളുപ്പല്ല. അങ്ങനെ ഡ്രസ്സൊക്കെ ഉണങ്ങിയോണ്ടാ. ഡ്രസ്സൊക്കെ കഴിഞ്ഞ് എടുത്തിട്ട് പോവാം. ഒരു ഷർട്ട്, ഒരു ബനിയൻ കുറച്ചുകൂടി ഉണങ്ങാണ്ട്. ഇനി ഇതൊക്കെ ബാഗൊന്ന് പാക്ക് ചെയ്യാം, എന്നിട്ട് പതുക്കെ ഇവിടുന്ന് പോകാൻ നോക്കാം. അങ്ങനെ എൻ്റെ കുളിയും കാര്യങ്ങൾ കഴിഞ്ഞൂടാ. അലക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതെ ഞാൻ ഇന്നോട്ട് എൻ്റെ യാത്രയ്ക്ക് ഒരു ഓർഡർ കൊണ്ടുള്ള പരിപാടിയിലാണ്. ഒരു ഓർഡറില്ലാത്ത ജീവിതമല്ലേ. അപ്പോൾ യാത്രയ്ക്ക് ഒരു ഓർഡർ അവിടെ വെച്ചു. അങ്ങനെ ഞാൻ ഇതൊരു 1 കിലോമീറ്റർ കണക്ക് കൂട്ടി ഇപ്പൊ ഏകദേശം 570 കിലോമീറ്റർ ഓടിയുണ്ട്. ചിലപ്പോ കൂടാം, ചിലപ്പോ കുറയാം. ഞാൻ ഇപ്പൊ ഏകദേശം ഒന്ന് കണക്ക് കൂട്ടി നോക്കിയതാണ്. ഇനി ഇവിടെ നിന്നോട്ടുള്ളത് ഞാൻ പക്കയായിട്ട് കറക്റ്റായിട്ട് കണക്ക് കൂട്ടുള്ള പരിപാടിയാണ്. ഇപ്പൊ എൻ്റെ ഉള്ള പൈസ എന്ന് പറയുന്നത് എത്രയാ 5899 രൂപ എൻ്റെ കയ്യിലുണ്ട്. ഇത്ര പൈസ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. നമ്മളെ അനിയഞ്ചക്കും കുറച്ച് പൈസ ഇട്ട് തന്നു. അങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ കുറച്ച് പൈസ ഇട്ടു. പെങ്ങള് പൈസ തന്നായിരുന്നു. അങ്ങനെ വേണ്ടപ്പെട്ട ആൾക്കാർ കുറച്ച് പൈസ ഒക്കെ തന്നായിരുന്നു. അപ്പൊ അങ്ങനെ ഇപ്പൊ ബാലൻസ് നമ്മുടെ നിൽക്കുന്നത് 5899 രൂപ. അതിൽ കാലത്ത് ഒരു 60 രൂപയ്ക്ക് ഫുഡ് കഴിച്ചു. പിന്നെ ഒരു 200 രൂപയ്ക്ക് പെട്രോൾ അടിക്കണം. പെട്രോൾ ഉണ്ട്, പക്ഷെ എന്നാലും ഇവിടെ കിടന്നാലും വെച്ചിട്ട് ഒരു 200 രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ വെച്ചു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം. അങ്ങനെ പെട്രോൾ അടിക്കാൻ വെച്ചു. 200 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് പോരാ. ബാക്കി പെട്രോൾ ഉണ്ട്. അപ്പൊ 200 രൂപയ്ക്ക് കൊള്ളു സംശയമാണ്. അടിച്ചു നോക്കാം. അങ്ങനെ പെട്രോൾ അടിച്ചിറങ്ങി. 200 രൂപയ്ക്ക് പെട്രോൾ അടിച്ചപ്പോഴേക്കും ഏകദേശം ഫില്ലായി. തുളുമ്പിച്ചടിക്കാന്നില്ല. തുളുമ്പിച്ചടിച്ചാൽ ചിലപ്പോ ചാടിപ്പോവും. തുളുമ്പി പോവും. അതുകൊണ്ട് കുറച്ചടിച്ചോളൂ. ഇനി വിജയപുരിക്കാണ് ലൊക്കേഷൻ ഇടണം. അപ്പൊ 482 കിലോമീറ്റർ ഉണ്ട് വിജയപുരിക്ക്. നല്ല കാറ്റുണ്ട്. അതൊക്കെ പോണ 30-ല്. ഇവിടെ ഒന്നും വലിയ കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങളൊന്നും ഇല്ലടാ.
ഒരു ഭംഗിയില്ലാത്ത സ്ഥലം. എപ്പോഴും ഭംഗിയുള്ള സ്ഥലം മാത്രം കിട്ടില്ല, ഇടയ്ക്ക് ഭംഗിയില്ലാതെ കിട്ടൂല. കാലത്തെ പുള്ളി കഴിഞ്ഞപ്പോ തന്നെ ഒന്ന് ഓണായി. ഫോണൊക്കെ ഒന്ന് ചാർജിൽ വെച്ച്, ചാർജ് തീരുന്നവരെ വീഡിയോ എടുത്ത് പോവാം. അതേപോലെ എവിടെയെങ്കിലും കുറച്ചു നേരം നിർത്തി ചാർജൊക്കെ ചെയ്തിട്ട് പോവാം. വണ്ടി ലോറി തൃശ്ശൂർ വണ്ടിയാടാ. അത് വിഷയമല്ലടാ. അപ്പുറത്ത് മാടിനെ കൊണ്ട് ഒരു പപ്പ പോണ്ട്. അപ്പൊ ബാക്ക് ചെയ്ത് ഓവർടേക്ക് ആയിട്ട് വേണ്ടി ഞാൻ ചെല്ല വിഷയം പോലീസ് പെട്ടു മാർക്കട. കുഴപ്പമില്ല. തൃശ്ശൂർ വണ്ടി പോയേ മണ്ണുത്തിയിലുള്ള വണ്ടിയാ. മണ്ണുത്തി അതിലുള്ള വണ്ടിയാ പോകുന്നത്. അവിടെ വരെ വണ്ടിയുടെ കാണാം. പോണ വഴി അത്യാവശ്യം കാണലുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇതിലുള്ള മരങ്ങളുണ്ട്. വളർത്ത കേരള വണ്ടി. ഈ വഴിക്ക് കേരള വണ്ടി കണ്ടമാനുണ്ട് കേട്ടോ. ഇത് ഏതോ വലിയൊരു ഹൈവേയിലേക്ക് ഒന്ന് ചാടുമെന്നൊക്കെ തോന്നുന്നത്. ടോള് കെട്ടിയത് പോണ വഴിയാണ് എന്തായാലും ഇത്. അല്ലെങ്കിൽ വണ്ടി ഇത് കൂടെ വരില്ല. ഏത് എവിടെ ചെന്ന് കയറണാവോ? ഇത് എനിക്ക് തോന്നുന്നു ബെല്ലാരിയിലങ്ങാണ്ട് ചെന്ന് കയറണ വഴി. ബെല്ലാരി പോണ വഴി എങ്ങനെയാണോ തോന്നുന്നത്. ബോർഡ് കണ്ടവര് തോന്നി. 2.3 കിലോമീറ്റർ ലെഫ്റ്റ് കാണിക്കണം. ബോർഡ് ഒക്കെ ഉണ്ടാവില്ല. ബോർഡ് നോക്കാം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക വഴിക്ക് ഇച്ചിരി തിരക്കുള്ള വഴിയാ, ചെറിയ വഴിയാ. ഇത് തണലുണ്ട്, അതൊരു ഭാഗ്യായി. ഇവിടുത്തെ ടിപ്പറായിട്ട് കാണണേ ട്രാക്ടർ എംസാന്റെ ആയിട്ട് പോണൊക്കെ ഫുള്ളോടെ വണ്ടി. അയ്യോ, ഇവിടെ ചെറിയ പിള്ളേര് ഒരു ട്രാക്ടർ ഓടിക്കുക. ഇവിടെ ഏറ്റവും കൂടുതൽ അങ്ങനത്തെ വണ്ടിയാ ട്രാക്ടർ. അത് ടിപ്പറിന്റെ സെറ്റപ്പ് ഒക്കെ ആക്കിയിട്ട് ഉള്ള പരിപാടിയാ. ഓടിക്കാൻ കുറച്ച് പാടാ. അത് ട്രെയിലർ പോലെയൊക്കെ തന്നെ. ഓളിന്ന് ഒരു ചില്ല വേണമല്ലോ കഴിഞ്ഞേക്ക്. അയ്യോ, ഒരു വണ്ടി താന്നില്ല. ബെസ്റ്റ് പോയി നോക്കിട്ട് വരാം. അവിടെ ഒരു വണ്ടി താന്നോട്ടാ. നമ്മളെ കൊണ്ട് കയറ്റി കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ കയറ്റി കൊടുക്കാൻ വെച്ചിട്ട് നിർത്തിയതാ. മരുന്നിട്ട് കാട്ടണേ. ഓ പാവസ്റ്റ്. ഇത് ശരിക്കും ചെളിയിൽ പൂണ്ടുപോയി. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ക്രെയിൻ വിളിച്ച് കയറ്റേണ്ടി വരും. നല്ല കുഴിയാ. അയ്യോ, സ്റ്റെപ്പിന് തട്ടിയേക്കാ. കണ്ടാ, സ്റ്റെപ്പിന് തട്ടിയേക്കാ. ഇവര് റിവേഴ്സ് ഇറക്കണം. റിവേഴ്സ് കയറില്ല भैया. रिवर्स नहीं, रिवर्स कर लिया. रिवर्स नहीं, स्टेपनी. ओ स्टेपनी है लोडिंग. हाँ रिवर्स नहीं, फ्रंट. ओ ना क्रेन क्रेन आना जेसीबी वेस्ट पंचर. അവരെന്താ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. ആടാ റിവേഴ്സ് കയറില്ല വണ്ടി. ഇവരോട് പറഞ്ഞത് എന്റെ ഭാഷ അവർക്ക് മനസ്സിലാവുള്ള. ജെസിബി. റോപ്പിട്ട് കയറ്റാന്നവര് പറഞ്ഞ. അങ്ങനെ കയറുള്ളൂ, അല്ലാണ്ട് കയറില്ല. ഇത് ശരിക്കും താന്നു പോയി. കണ്ടാ, നല്ല കുഴിയായി. സ്റ്റെപ്പിന് തട്ടിവിടെ. അതുപോലെ ബാക്കിലെ ക്രോസ് ബമ്പർ തട്ടിയേക്കണേ. കേറില്ല. അതായത് നമുക്ക് പോവാം. നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ജെസിബി വരാണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും നമുക്ക് പോവാം. നമ്മളൊരു ഹെൽപ്പ് ചെയ്യാൻ ചേർന്നു. നമ്മളൊരു ഡ്രൈവറല്ലേ. നമ്മളെ കൊണ്ട് പറ്റണവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അത് മതി. നമ്മളാ അത് കണ്ടപ്പോ തിരിച്ചൊന്ന് പോയതാടാ. അതൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഫുള്ള് ചെളിയിൽ താന്നു. അവര് നോക്കാണ്ടിറക്കിട്ടാ. അത് ഇനി JCB അല്ലെങ്കിൽ ക്രെയിൻ വെച്ച് വലിക്കണം. വിജനമായൊരു വഴി. നല്ല കാലാവസ്ഥടാ. നമ്മളിറങ്ങണേക്ക് ഉപ്പാട് വരെ നല്ല വെയിലായിരുന്നു. അവനൊക്കെ ഒരു ഈസിലി ഏരിയ ലോഡാ കാണണ. ചകിരിലോട് സമ്മതിക്കണോടാ. നല്ല വാട്ടം പിടിക്കും. നമ്മളവിടെ തടി വണ്ടി പോണല്ലോ. പൊട്ടി പൊട്ടി പറത്തി പോയാ വണ്ടിയില് മൂക്കിലൊക്കെ കയറി പൊടി. നമ്മടെ MP എപ്പൊ പിടിച്ചു നോക്കിയാ മതി, അപ്പൊ കൊടുക്കും അവന് പോയി. ഫൈനല്ല, അവന്റെ വണ്ടി പിന്നെ ഇറങ്ങില്ല. അതുപോലെ അവൻ കയറ്റാളെ. നമ്മളവിടെ തടി വണ്ടി കയറ്റി കഴിക്കണോലെ. അവര് നമ്മൾ നോക്കിട്ട് പോണു. ഞാൻ പതുക്കെ പോണോണ്ടായിരിക്കും. അങ്ങോട്ടേക്ക് ആ പാടുന്നത് ജാതി കണ്ടിരിച്ചു. ചെറിയൊരു പാടാ. അതാണ് ഞാൻ നിർത്താത്തതാ. അല്ലേ നിർത്തേനെ. അതാണ് കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ പാടങ്ങളൊക്കെയാണ് കൂടുതൽ. ഇവര് കൃഷിയുടെ ആൾക്കാരാട്ടാ.
കർണാടകക്കാരൊക്കെ കൃഷിയുടെ ആൾക്കാരാണ്. കർണാടക, തമിഴ്നാട് അതൊക്കെ കൃഷിയാണ് മെയിൻ. കേരളത്തിൽ ഇതുള്ള അല്ലേ? കേരളത്തിൽ ഒന്നുമില്ല. ചാട്ടം, സോറി ചാട്ടം. കേരളത്തിൽ ഒന്നുമില്ല, ഒന്നില്ലാണ്ടായി പറയണത്. കേരളത്തിൽ സ്ഥലം വരെ കിട്ടാനില്ലല്ലേ? ആഹാ, ആ വണ്ടിയുടെ അഴക് നോക്കി. നല്ല രസം വണ്ടിയാണ്. ക്യാമറയിൽ എന്തോരം കിട്ടുമെന്ന് അറിയില്ല. നേരിട്ടാണ് ജാതി രസം. ഇനി റോഡ് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കുള്ളൂ. പണ്ടാര ഒടുക്കത്തെ പൊടി, ഇവന്മാര് പൊടി പറിച്ചു പോണ. ഇച്ചിരി തിരക്കുണ്ട്. വലിയ വണ്ടികളൊക്കെ ഇതികളെ ടോള് കട്ട് ചെയ്ത് പോണതാണ്ട് തിരക്കുണ്ട്. റോഡ് പണി നടക്കുന്നുണ്ട് കേട്ടാ. റോഡ് പണി നടക്കുന്നതിൻ്റെ അത് നല്ല പൊടിയാണ്. അതായത് നല്ല വഴി തട്ടാ. എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാം. ഈ പോണത് ഇവരുടെ തമിഴ്നാട്ടുകാര് മെയിൻ ഒരു വാഹനാട്ടാ പോണേ. ആ വണ്ടിയിൽ പോണോണ്ട് പുച്ചിക്കൊന്നും വേണ്ടട്ടോ. ചിലപ്പോ ഇവിടുത്തെ കോടീശ്വരനായിരിക്കും പോണേ. ഇവരിങ്ങനെ നടക്കുള്ളൂ. ഒടുക്കത്തെ കാശായിരിക്കും ഇവരേല്. നമ്മളാണ് ശരിക്കും മണ്ടന്മാര്. നമ്മള് കുറച്ച് കാശ് കിട്ടി കഴിഞ്ഞാൽ അത് തീർത്താ. എല്ലാരും പറയല, ഞാൻ എന്റെ കാര്യം മാത്രം പറഞ്ഞു കൂട്ടാ. ഞാൻ അങ്ങനെയായിരുന്നു. ഞാനിപ്പോ ജീവിതം പഠിച്ചോണ്ടിരിക്കുക. ഇത്രയും നാള് ജീവിച്ചതല്ല ജീവിതം എന്റെ അടുത്ത് ഇപ്പൊ പറയണ കർത്താവ്. നീ കുറച്ച് ജീവിതം പഠിക്കാൻ പറഞ്ഞു വിട്ടു തന്നെ. നല്ലൊരു തണലുണ്ടപ്പോ കുറച്ചു നേരം നിർത്തിട്ടോ. ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട് അത് എഡിറ്റ് ചെയ്യാം നമുക്ക്. സമയം 12:52. ആ മോശം വഴി കഴിഞ്ഞിട്ട് നല്ല വഴിക്ക് കയറിണ്ട് ഇപ്പൊ. സൗഭാഗ്യായി. ആകെ തിക്കും തിരക്ക് പെട്ടുപോയി. കുണ്ടും കുഴി ഹമ്പും റോഡ് പണി നടക്കണോ ആകെ പെട്ടു. ഇത് കുഴപ്പമില്ല, ഇത് അത്യാവശ്യം നല്ല ഹൈവേയാ. ഉച്ചയ്ക്ക് എന്തായാലും ഫുഡ് അടിക്കല്ല, വൈകുന്നേരം കഴിക്കാം എന്ന് വിചാരിച്ചു. അല്ലേ, ജീവിതം ഇങ്ങനെ പഠിക്കട്ടെ. എത്ര നാളും മര്യാദക്ക് ഫുഡ് അടിച്ചൊക്കെ നടന്നല്ലേ. ഇനി കുറച്ച് ക്ഷീണിക്കണ്ടേത്, അതായിരിക്കും വിചാരിച്ചാണ്. ആംബിയൻസ് ഉള്ള കാഴ്ചകളൊന്നും ഇല്ലാടാ. പൂവം കാണണം, മറ്റേ സാധനമാണ്. മറ്റേ അതിനെന്തിട്ട് പറയാ, സൂര്യകാന്തി. ആ പൂവം കണ്ടാ. ആംബിയൻസ് ഉള്ള കാഴ്ച ഇല്ലല്ലോ. ഇന്നലെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വലിയ കൃഷിയില്ലാന്ന് തോന്നിട്ടാ. അതാണ് നല്ല കാഴ്ച ഇല്ലാത്തത്. ഇന്നത്തെ ദിവസം ഇങ്ങനെ പോട്ടെ, ശോകം കാഴ്ച. നാളെ ചിലപ്പോ നല്ലത് കിട്ടായിരിക്കും. ഏതുകൊണ്ട് ഇനി 445 കിലോമീറ്റർ കൂടി ഓടാണ്ട്. ഒരു 1 മണിയൊക്കെ ആകുമ്പോഴേക്ക് ഏതെങ്കിലും ചായക്കടയിൽ ഒരു ചായ കുടിക്കാം. 2 ബിസ്ക്കറ്റ് തിന്നാം. ഇന്നത്തെ ഉച്ചക്കലത്തെ പ്രശ്നം അതാവട്ടെ. ഇത്ര നേരമായിട്ട് ഈ വഴിക്ക് ഒരു പേടാ. വീട് ഏതോ മലയാളിയുടെ വീടാന്ന് തോന്നണേ. ഇവിടെ ഇങ്ങനത്തെ ഒരു വീട് ആദ്യമായിട്ട് കാണുന്നത്. ഇത്ര ദൂരം സഞ്ചരിച്ചിട്ട് ഒരു കാജാപീടി ഉണ്ടാകുന്നതല്ല. കന്നഡ ഏരിയയാണ്, അറിയാൻ പാടില്ല. ഒരു ചായക്കട കണ്ടപ്പോ നിർത്തിയടാ. ഒതുങ്ങി ചായക്കട. ആ പയ്യനാണെങ്കിൽ എന്നെ കണ്ടിട്ട് പൊട്ടം പൂരം കണ്ടാലും നോക്കിക്കണ്. അപ്പൊ എനിക്ക് വീഡിയോ എടുക്കാൻ ഒരു പട്ടിയായി. ഒരു പാർലേജ് ബിസ്ക്കറ്റ് പറഞ്ഞിട്ട് പാർലേജ് ബിസ്ക്കറ്റ് കിട്ടി. മുതൽ നോക്കി ആള് റോട്ടി കൂടെ നടക്കാ, രാജാവ് നടക്കണ പോലെ. ഈ കാറൊക്കെ വഴി മാറ്റാന്ന് പറഞ്ഞ ഒരു കൂറ്റൻ. എന്റെ മോനെ സൈസ് നോക്കിയേ. ആട്ടുകൂട്ട പോണു. ആട് കൃഷി ഇവിടെ മിക്കവരും, മിക്ക വീടുകളിലും മറ്റേ ഇതുണ്ടാവണ്ട. ആട്, പശു, പോത്ത്, അങ്ങനെ സംഭവം ഇല്ല. അതേ അടുത്ത അമ്മാമ്മ ഇവരെ എല്ലാ മിക്ക വീടുകളിലും ഉണ്ടാവും ആട്, പോത്ത്, പിന്നെ പശുവൊക്കെ. ആ മാമയുടെ കയ്യിലുണ്ട് 2 ഇവിടെ നിൽക്കും. എവിടെ നോക്കിയാലും ഉണ്ടാവും അത്. റോട്ടി കൂടെ വീട്ടിൽ നടക്കും. 20 വണ്ടിയായി തട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകാൻ പറ്റില്ല. അത് കുഴപ്പം. അങ്ങനെ കുറച്ച് ദൂരം ഞങ്ങൾ ഓടി പോകും. 402 കിലോമീറ്റർ ഉണ്ട്. അതായത് ഇങ്ങനത്തെ സ്ഥലത്തെത്തി. എനിക്ക് ഇവിടെ മണ്ണിടിച്ചിലുള്ള സ്ഥലമാണ് തോന്നുന്നത്. ഇവിടെ സൈഡിലൊക്കെ ചെറുതായിട്ട് മണ്ണിടിച്ചാണ്ടാ. സൈഡ് കാണാതെ രസമില്ലടാ. നല്ല ചെങ്കല്ല് പോലത്തെ സ്ഥലം. ഇത് എനിക്ക് തോന്നുന്നേ ബെല്ലാരിക്ക് പോണ വഴിയാണ് തോന്നുന്നത് കണ്ടിട്ട്. ഞാൻ പ്രാവശ്യം പോയേണ്ട ഈ വഴിക്ക്. ബെല്ലാരിക്ക് ആണെങ്കിൽ ആ വഴി ആണെങ്കിൽ ഇതിൽ ഞാൻ പോയിട്ടുണ്ട്. ഈ കല്ലിന്റെ പ്രത്യേകത ഉണ്ടാ, ഒരു ഡിസൈൻ ഉണ്ട് ഈ കല്ലുമ്മ. നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. ഇത് എനിക്ക് തോന്നുന്നത് ഇവിടെ വെള്ളം ഇറങ്ങി വന്നിട്ട് അങ്ങനെ അയക്കണമെന്നുണ്ട് കല്ല് കണ്ടിട്ട്. ഇവിടെ ഇപ്പൊ കല്ലിന്റെ കളർ മാറി, സ്വർണ്ണ കളറായി. തനി സ്വർണം പോലെ കണ്ടാ, തനി സ്വർണം പോലെ കല്ല്. സ്വർണ്ണാണാവോ? ആ കല്ല് കണ്ട തനി സ്വർണം. അയ്യോ സ്വർണ്ണ തോന്നുന്നുണ്ട്.
മണ്ണിലേക്കല്ല സ്വർണ്ണം ഉണ്ടാവാ. അങ്ങനെ കേട്ടെങ്ങനെ നമുക്ക് അത് രസം കാണാനായിട്ട്. എന്തോരാ ഇതൊരു കൗങ്ങോട്ടാണോ എന്റെ മുന്നേ. നമ്മുടെ കാണാൻ കണ്ട പോലെ ഈ സാധനം കുറവതൊക്കെ. ഈ വഴിക്ക് ഇത്ര നേരം ഒറ്റ പെട്രോൾ പമ്പ് കണ്ട ബസ് കാണാനൊക്കെ രസമുണ്ടോ അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോ ഇവിടേക്ക് ഫുള്ള് കാണാനുണ്ട്. കാട് വഴിക്ക് കയറി ഫോള് ചാർജിലാണ് ശോകായി. വീടെടുക്കാനുള്ള മൂഡ് പോയില്ല. ഇനി അധികം ദൂരം പോണമെന്നില്ല. ഇന്നൊരു മൂഡില് പോകാനായിട്ട് ഡൗൺ ആക്കി. ഇനി എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാം. മഴ ചാറുണ്ട് ചെറുതായിട്ട്. ഇനി പോയാൽ ചിലപ്പോ പെട്ടുപോകും. എവിടെയെങ്കിലും നല്ല സ്ഥലം നോക്കി കിടക്കാനുള്ള പരിപാടികൾ നോക്കണം. നമ്മുടെ യാത്ര ഇങ്ങനെയൊക്കെയാട്ടോ. എന്റെ വീഡിയോയില് എന്തെങ്കിലും കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല കമന്റില് രേഖപ്പെടുത്തും. അമ്പോ പൊളി സീനറി. ഇത് കൃഷിയൊന്നുമല്ലടാ, ഇത് എന്തോ പുല്ല് മുളച്ചിരിക്കുന്നതുകൊണ്ട്. പക്ഷെ എനിക്ക് ഈ സീനറി കണ്ടിപ്പോ വെള്ളി കിട്ടില്ല ക്ഷമിച്ചളേ. അപ്പൊ എനിക്ക് ഈ സീനറി കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു. ഞാൻ അത് കണ്ട് നിർത്തിയതാ. ജാതിര സ്ഥലം കാണാൻ അമ്പോ എളുപ്പല്ലാട്ടാ. ഇങ്ങനെ കുറെ കാഴ്ചകളുണ്ട്. ഇങ്ങടേക്ക് കയറി കഴിഞ്ഞപ്പോ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കിട്ടി. അതേ അറ്റത്തേക്ക് നോക്കി ഒരു പണ്ടാരം വെച്ച മല. അവിടെ എന്തോ കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ജാതിരസം. ഇങ്ങനെയാട്ടാ അവിടുത്തെ വീടുകള്. അവിടെ കൃഷിക്ക് എന്തോ ചെയ്തിട്ടുണ്ട്. കണ്ടാ ചെറിയ വീടുകളാ, പക്ഷെ നല്ല രസം കാണാനായിട്ട്. എനിക്ക് ഇങ്ങനത്തെ വീടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് കണ്ടപ്പോ എന്തോ ഒരു ലൈക്ക് തോന്നി എടുക്കുക വീഡിയോ. രസം രസം കിടക്കട്ടെ. സമയം അങ്ങനെ 4:50. ഇന്ന് ഇത്ര പോണുള്ളൂ. ഇന്ന് ഇവിടെ ഒരു പമ്പ് കിട്ടി. ഈ പമ്പില് സ്റ്റേ ചെയ്യാൻ പോണ്. ഇന്ന് ഇവിടെ കിടക്കണേ. പമ്പ് കുഴപ്പമില്ലാട്ടാ, അത്യാവശ്യം നല്ല പമ്പാണ്. വൃത്തിയുള്ള പമ്പാ. അതെ ഈ തറയില കിടക്കണാടാ. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട. കമന്റ് ചെയ്തോളൂ. എന്നിട്ട് പോരായ്മ കമന്റ് ചെയ്തോളൂ. അപ്പൊ എനിക്കത് മാറ്റാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ യാത്രകൾ ഇനിയും തുടരും. നമ്മളെ വീഡിയോ കാണാ. ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്യാ.